മിസ് വായിപ്പിക്കോ? Okay, good morning all of you. All of you mark your attendance. Please mark your attendance. മിസ് വായിപ്പിക്കോ ടെക്സ്റ്റ് ബുക്ക്? ഇന്നലെ നമ്മൾ വായിച്ചോ? ആരൊക്കെ സത്യാണോ? ഇത് വായിപ്പിക്കാം. അതിനു മുന്നേ നമുക്ക് ഇതിന്റെ ആക്ടിവിറ്റീസ് ഒന്ന് പറയാം അല്ലേ? നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ വായിച്ചുകൊണ്ടല്ലേ മുമ്പോട്ട് പോയത്. അപ്പൊ പേജ് നമ്പർ 239. All of you take page number 239. 249 അല്ല കേട്ടോ, സോറി, 239 എടുത്തു എല്ലാവരും. അപ്പൊ അതില് റീഡ് ആൻഡ് ആൻസർ, അതിൽ ആദ്യത്തെ എ അല്ലേ, ടിക്ക് ദ കറക്റ്റ് ആൻസർ. അതില് ഒന്ന്, വാട്ട് ടു tanker ship carry? What do tanker ship carry? Coal, oil, rice. ഞാൻ ചോദിക്കുന്നവര് മാത്രം പറഞ്ഞാൽ മതിയേ ആൻസേഴ്സ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക, എന്നാൽ മാത്രമേ എല്ലാവരും ശ്രദ്ധിക്കൂ കേട്ടോ. വാട്ട് ഡു ടാങ്കർ ഷിപ്സ് ക്യാരി? എന്താണ് ടാങ്കർ ഷിപ്പ് ക്യാരി ചെയ്യുന്നത്? സോറി, ഞാൻ പറഞ്ഞു ചോദിക്കുന്നതാണ് മാത്രം ആൻസർ പറഞ്ഞാൽ മതി. അപ്പോ എ കോൾ, ബി ഓയിൽ, സി റൈസ്, ഡി മാർബിൾ. ഞാൻ ചോദിക്കുന്നതാണ് പറഞ്ഞത്. കൈസ് ഓയിൽ. ശരി, ഓയിൽ. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യുക? ഓയിൽ എന്നതിന് ടിക്ക് ഇടുക. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ? അതിന്റെ ഓയിൽ, ഓയിൽ ബി അല്ലെ, അതിന് ടിക്ക്. അപ്പൊ ടാങ്കർ ഷിപ്പ് ഓയിലാണ് ക്യാരി ചെയ്യുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് ഈസ് യൂസ്ഡ് ടു റെസ്ക്യൂ പീപ്പിൾ ഡ്യൂറിങ് എ നാച്ചുറൽ ഡിസാസ്റ്റർ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് റെസ്ക്യൂ പീപ്പിൾ അല്ലെ. എ എയറോപ്ലെയിൻ, ബി ട്രെയിൻ, സി ബസ്, ഡി ഹെലികോപ്റ്റർ. ഞാൻ ചോദിക്കുന്നവര് പറഞ്ഞാൽ മതി, ആൻസേഴ്സ് വിളിച്ച് പറയണ്ട. ആരാധ്യ പ്രജിത്ത്? ബസ്. Which of these is used to rescue people? ആരാ റെസ്ക്യൂ പീപ്പിൾ ഡ്യൂറിങ് എ നാച്ചുറൽ ഡിസാസ്റ്റർ? അതായത് പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാ ആളുകളെ രക്ഷിക്കുന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഭൂകമ്പമൊക്കെ വന്ന സമയത്ത് എങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾ അന്നേരം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ആണോ അല്ലയോ? എല്ലാവർക്കും അറിയോ ഇതിന്റെ ആൻസർ? എത്ര പേർക്ക് ഇതിന്റെ ആൻസർ അറിയാം? ടോഷിൻ, ആരാധ്യ ശ്രദ്ധിക്കണം, എന്താ ആൻസർ പറഞ്ഞത്? തെറ്റാണ് മോള് പറഞ്ഞത്. ടോഷിൻ എന്താ മോനെ? ഹെലികോപ്റ്റർ. വെരി ഗുഡ്. ഓക്കെ, ഹെലികോപ്റ്റർ. അതിന്റെ ആൻസർ എന്താ? ഹെലികോപ്റ്റർ. അപ്പോ ഡി ആണ് അതിന്റെ ആൻസർ കേട്ടോ ആരാധ്യ, ഡി. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, എല്ലാരും അത് ടിക്ക് ചെയ്യണേ. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പോസ്റ്റൽ സർവീസ് ഓഫ് അവർ കൺട്രി കോൾഡ്? നമ്മുടെ രാജ്യത്തെ പോസ്റ്റൽ സർവീസിനെ വിളിക്കുന്ന പേര് എന്താണ്? ഞാൻ ഇപ്പൊ ചോദിക്കുന്ന ആള് മാത്രം പറഞ്ഞാൽ മതി. ഫാത്തിമത്ത് ഷഹ്മാക്കെ? ഇന്ത്യ പോസ്റ്റ്. വെരി ഗുഡ്, ഇന്ത്യ പോസ്റ്റ്. ഓക്കെ, ആദ്യത്തിൽ ഇന്ത്യ ഡോസ്റ്റ്, ഇന്ത്യ മോസ്റ്റ്, ഇന്ത്യ പോസ്റ്റ്, ഇന്ത്യ പോസ്റ്റ് കൺഫ്യൂഷൻ ഉള്ളതാണുള്ളത്. അപ്പൊ ഇന്ത്യ പോസ്റ്റ്, സി ആണ് അതിന്റെ ആൻസർ. ടിക്ക് ചെയ്തോ മക്കളെല്ലാവരും? യെസ്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? വിളിച്ചു പറയണ്ട, ഞാൻ ചോദിക്കാം. എന്താ സിദ്ധാന്തേ അതിന്റെ ആൻസർ? ട്രെയിൻ. വെരി ഗുഡ്. അപ്പൊ താഴെ തന്നതിൽ ഏതാണ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലാത്തത്? ട്രെയിൻ എന്താണ്? എന്താണ് ട്രെയിൻ സാമ്പോലെ? ട്രെയിൻ നമ്മൾ എങ്ങനെയാ, എന്തിനാ ഉപയോഗിക്കുന്നത്? ഏതിലാ നമ്മൾ പഠിച്ചത്? ബാക്കി നമുക്ക് താഴെ തന്നതൊക്കെ എന്താണ്? മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ? റേഡിയോ, ടെലിവിഷൻ, ന്യൂസ് പേപ്പർ അല്ലെ?
നെക്സ്റ്റ് ട്രെയിൻ എന്തുകൊണ്ടാ അല്ലാത്തത്? അത് ട്രാൻസ്പോർട്ടിലല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? അതിനല്ലേ ഉപയോഗിക്കുന്നേ ട്രെയിൻ. മനസ്സിലായില്ലേ? ഇനി ബി, അതിൽ തന്നെ ബി എ പറഞ്ഞോടാ. ആർക്കോ നെറ്റ് ക്ലിയർ ഇല്ല. ഏതിന്റെ? ഒന്ന് വൃത്തി ചോദിച്ചേ മോനെ. ആരാ സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല ശരിക്കും. ആ സാമുവലെ ഒന്നുകൂടി പറയണോ? അത് മുഴുവൻ അതിന് ആൻസർ മാത്രം ഒന്നുകൂടി പറയണോ? ഓക്കെ, ശ്രദ്ധിച്ചോ. ഫസ്റ്റ് എ എന്നുള്ളതിൽ നമുക്ക് ടിക്ക് ദ കറക്റ്റ് ആൻസറിൽ ഒന്നാമത്തത് വാട്ട് ഡു ടാങ്കർ ഷിപ്പ് ക്യാരി ഓയിൽ, അതായത് ബി ആണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് ഈസ് യൂസ്ഡ് ടു റെസ്ക്യൂ പീപ്പിൾ ഡ്യൂറിംഗ് എ നാച്ചുറൽ ഡിസാസ്റ്റർ? അതിന്റെ എയറോപ്ലെയിൻ, ട്രെയിൻ, ബസ്, ഹെലികോപ്റ്റർ എന്നതിൽ ഡി ഹെലികോപ്റ്റർ ആണ് അതിന്റെ ആൻസർ. ഇനി മൂന്നാമത്, വാട്ട് ഈസ് ദ പോസ്റ്റ് സർവീസ് ഓഫ് അവർ കൺട്രി കോൾഡ്? അത് ഇന്ത്യ പോസ്റ്റ്, സി ആണ് അതിന്റെ ആൻസർ. സി, ഇന്ത്യ പോസ്റ്റ്. ഇനി നാലാമത്തത്, വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? ട്രെയിൻ, എ ട്രെയിൻ അതിന്റെ ആൻസർ. ഓക്കെ, ഡിഡ് യു ഫിനിഷ്? Yes or no? Yes. Okay. Any B, right, true or false? അതാണ് നമുക്ക് എഴുതേണ്ടത്. ടി ഏതിന്റെ സിമ്പലിന്? ട്രൂന, ഫോൾസിന് എഫ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, രാജധാനി എക്സ്പ്രസ് ആൻഡ് ശതാബ്ദി എക്സ്പ്രസ് ആർ ലക്ഷറി ബസ്സസ്. ട്രൂ ഓർ ഫോൾസ്? നിഹാര രാജേഷ്. ഞാൻ ചോദിക്കുന്നതാണ് പറഞ്ഞാൽ മതി. പറഞ്ഞു നിഹാര. പറഞ്ഞോ, ആൻസർ പറഞ്ഞോ. ട്രൂ ആണോ ഫോൾസ് ആണോ അതിന്റെ ആൻസർ? കേൾക്കുന്നില്ല, എന്താ പറഞ്ഞ? ഫാൾസോ? സൗണ്ട് ഒന്നും ഇല്ല, വായോണ്ട് ആക്കുന്ന മനസ്സിലായി. എഫ് അല്ലെ? എഫ് ആണ് അവിടെ ഇടേണ്ടത്. എന്തുകൊണ്ടാ? ലക്ഷറി ബസ്സസ് ആണോ രാജധാനിയും ശതാബ്ദി എക്സ്പ്രസും? അല്ല അല്ലെ, ട്രെയിൻ. ഇനി സെക്കൻഡ്, ദ ദീൻദയാൽ പോർട്ട് ഈസ് എ മൈനർ പോർട്ട് ഇൻ ഇന്ത്യ. ദീൻദയാല് മൈനർ പോർട്ട് ആണെന്നാണ് പറയുന്നത്. ട്രൂ ഓർ ഫോൾസ് ആണ് ചോദ്യം. അത് അലൻ, can you hear me? അലൻ പി സാംസൺ. അലൻ ബെന്നി ഇല്ല അല്ലെ? അലൻ ആ, എന്താണ് മോനെ എന്റെ ആൻസർ? Second one. ആ, the ദീൻദയാൽ പോർട്ട് ഈസ് എ മൈനർ പോർട്ട് ഇൻ ഇന്ത്യ. ട്രൂ ഓർ ഫോൾസ്? നമ്മൾ പറഞ്ഞു ട്രൂ ആണോ? നെക്സ്റ്റ്, ഏഞ്ചൽ റോസ് ബെഞ്ചമിൻ. False. വെരി ഗുഡ്, ഫോൾസ് അല്ലേ? എന്തുകൊണ്ടാ? അത് മൈനർ ആണോ? മേജർ പോർട്ടാണ് അല്ലേ? ആ, അതുകൊണ്ട് അതിന്റെ ആൻസർ എന്താ? ഫാൾസ്, എഫ്. ഓക്കെ, എഫ് ഇട്ടോ എല്ലാവരും? യെസ്. നെക്സ്റ്റ്, ലെറ്റേഴ്സ് സെൻഡ് ത്രൂ സ്പീഡ് പോസ്റ്റ് റീച്ച് ഇൻ സെക്കൻഡ്സ് അല്ലെ? സെക്കൻഡ് കൊണ്ട് എത്തും ലെറ്റേഴ്സ് എന്നാണ് സ്പീഡ് പോസ്റ്റ് വഴി. ട്രൂ ഓർ ഫോൾസ്? സഫ. False. ഫാൾസ്, വെരി ഗുഡ്. ലെറ്റർ സ്പീഡ് പോസ്റ്റ് ആയാലും സെക്കൻഡ് കൊണ്ടൊന്നും എത്തില്ല അല്ലെ? അതുകൊണ്ട് ഫാൾസ്. ഇനി ഒന്നുകൂടി പറയണോ? അത് ഞാൻ പറഞ്ഞു തരാം. എന്താ അറിയൂ? സെക്കൻഡ് വണ്ണില് ഫോൾസ് ആണ് മോളെ. ദീൻദയാൽ പോർട്ട് ഈസ് എ മൈനർ പോർട്ട് ഇൻ ഇന്ത്യ. അത് ഫോൾസ് ആണ്, മേജർ പോർട്ട്. അതിന് തേർഡ് ഏതാ? ലെറ്റേഴ്സ് സെൻഡ് ത്രൂ സ്പീഡ് പോസ്റ്റ് റീച്ച് ഇൻ സെക്കൻഡ്സ്. ഫോൾസ് അല്ലേ? സ്പീഡ് പോസ്റ്റ് ലെറ്റർ എത്താൻ കുറച്ച് ലേറ്റ് ആവും അല്ലെ? സെക്കൻഡ്സ് കൊണ്ട്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, മൊബൈൽ ഫോൺസ് ആർ മോർ പോപ്പുലർ ദാൻ ലാൻഡ് ലൈൻ ഫോൺസ്. ട്രൂ ഓർ ഫോൾസ്? ഞാൻ ചോദിക്കുന്നവര് പറഞ്ഞാൽ മതി. ജോയൽ. ജോയൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞ മോനെ.
True. വെരി ഗുഡ്. ട്രൂ അല്ലേ? ട്രൂ ആണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് അടുത്തേതാ? അഞ്ചാമത്തത്. ടെലിവിഷൻ ഈസ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ട്രൂ ഓർ ഫോൾസ്? എഡ്വിൻ. ഓ, ടോഷിന് അവിടുന്ന് കരയാണ്. എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട് ആള്. ആ, False. എന്ത്? ടെലിവിഷൻ ഈസ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ബെനീറ്റ. True. വെരി ഗുഡ്. എന്താണ് എഡ്വിനെ? ടെലിവിഷൻ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ പെട്ടതല്ലേ നമുക്ക്? അല്ലേ മോനെ? ഓക്കെ, ട്രൂ ആണ് അതിന്റെ ആൻസർ. അപ്പൊ ഞാൻ ഒന്നും കൂടെ ആ ബി വായിക്കാം. രാജധാനി എക്സ്പ്രസ് ആൻഡ് ശതാബ്ദി എക്സ്പ്രസ് ആർ ലക്ഷറി ബസസ്. False. The Deen Dayal Fort is a minor port in India. False. Letters and through speed post reach in seconds. False. Mobile phones are more popular than landline phones. True. Television is a means of communication. True. Okay. Complete. Next is C. Answer these questions. Answer these questions. The first one. What are metal rods made of? ഞാൻ ചോദിക്കുന്നവർ മാത്രം പറഞ്ഞാൽ മതിയേ. എന്താ മോളെ തീർത്ഥലക്ഷ്മി? Stone. എങ്ങനെയാ പറയണ്ടേ? മെറ്റൽ റോഡ്സ്. Metal rods made of stone, tar, സ്റ്റോൺ, സിമെന്റ് ആൻഡ് ടാർ. അല്ലേ? മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നിങ്ങള്. കണ്ടിട്ടേ അറിയൂ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഹൗ ആർ റെയിൽവേസ് ദ ലൈഫ് ലൈൻ ഓഫ് ഇന്ത്യ? എന്താ അറിയൂ ആബിദ്? ആൻസേഴ്സ് വാട്സാപ്പിൽ ഇടൂലേ? ഇട്ടേരാ കേട്ടോ. How are railways the lifeline of India? അതിന്റെ ആൻസർ എന്താ അറിയൂ? കേൾക്കുന്നില്ലേ മക്കളെ? നല്ല വൃത്തി ഇവിടുന്ന് വോളിയം പോകുന്നുണ്ടടാ. നിങ്ങൾക്ക് ആർക്കോ നിങ്ങളുടെ നെറ്റിന്റെ പ്രശ്നം എന്നാല്. ആർക്കൊക്കെ ക്ലിയർ ആയി കേൾക്കുന്നുണ്ട്? ഓക്കെ, ഇതാ എല്ലാവർക്കും കേൾക്കുന്നുണ്ട്. റിലുവിന്റെ എന്തോ നെറ്റിന് ചെറിയ നേരത്തെ തോന്നുന്നുണ്ട്. കാരണം റിലുവിനെ ഇടക്കിടക്ക് വിളിക്കുമ്പോൾ കേൾക്കുന്നില്ല അല്ലേ? അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ ആർ റെയിൽവേസ് ദ ലൈഫ് ലൈൻ ഓഫ് ഇന്ത്യ? മിസ് പറയുന്നത് ചെറുതായിട്ട് കേൾക്കുന്നുള്ളൂ. അതാർക്കാ? സനക്ക് നെറ്റിന്റെ പ്രോബ്ലം ആണ് കേട്ടോ. ഇതിൽ നല്ല ഹയസ്റ്റ് വോളിയം എനിക്ക് കാണിക്കുന്നുണ്ട് ഇവിടെ സൗണ്ട് നമ്മുടെ ലാപ്ടോപ്പില്. ഓക്കെ, ഇവിടെ മൈക്കിലോണ്ട് ഇതിലിപ്പം ശരിക്ക് കേൾക്കുന്നുണ്ട്. ഇനി ട്രൂ കേട്ടോ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യന് ഹൗ ആർ റെയിൽവേസ് ലൈഫ് ലൈൻ ഓഫ് ഇന്ത്യ? അതിന്റെ ആൻസർ ആർക്കറിയാം? ഓക്കെ, നവമി പറഞ്ഞു. Railways are the lifeline of our country. They connect all parts of India. It gives a good opportunities of job for people. അല്ലേ? അതുകൂടി ഞാൻ അതിൽ ആഡ് ചെയ്യുന്നല്ലോ. അപ്പൊ അതാണ് അതിന്റെ ആൻസർ. ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ കാർഗോ ഷിപ്പ് ആൻഡ് എ പാസഞ്ചർ ഷിപ്പ്? Okay, what is the difference between a cargo ship and a passenger ship? ആരാ പറയുന്നേ? സെൽന. എന്താ സെൽന?
അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു. ആ Passenger ship carry people, cargo ship carry transport and goods. വെരി ഗുഡ്. ട്രാൻസ്പോർട്ട് ഗുഡ്സ്. ഇനി വാട്ട് ഡു പീപ്പിൾ ബൈ ഫ്രം എ പോസ്റ്റ് ഓഫീസ്? ആൻജോയോട് ചോദിച്ചില്ല. അഞ്ജോ ജോസഫ് പോയോ? ജൂലിയറ്റ് ജോസ്. ആൻജോ ചോദ്യം ചോദിച്ചുകൊണ്ട് പോയി, അല്ലെങ്കിൽ കുറച്ചേരും കൂടെ എവിടെ ഉണ്ടാവുന്നതായിരുന്നു അല്ലേ ഡോഷനെ? People go to a post office to buy stamps, inland letters, postcards, and stamped enclosures. Okay, very good. Next, list 5 means of communication. 5 means of communication. ഏതൊക്കെയാണെന്ന് പറയണം. അഞ്ജോക്കറിയോ? അഞ്ജോ. സന മൻസൂർ. സന, can you hear me? സനക്ക് നെറ്റിന്റെ പ്രോബ്ലം നല്ല പോലെ ഉണ്ട്. ഓക്കെ, ബെനീറ്റ. Postal service, telephone, fax, internet and email. ഓക്കെ, വെരി ഗുഡ്. പിന്നെ റേഡിയോ, സിനിമ അല്ലേ? ഇതൊക്കെ പറഞ്ഞൂടെ നമുക്ക്? റേഡിയോ, ടെലിവിഷൻ ഒക്കെ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലേ? അപ്പൊ അത്രയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത് അല്ലേ? നെക്സ്റ്റ് കുറച്ചുകൂടി നമുക്ക് വർക്ക് ഉണ്ട്, അതുകൂടി തീർത്തിട്ട് വായിപ്പിച്ചാ പോരെ? ആന ഇന്ന് വായിക്കൽ അത്ര അർജന്റ് പറഞ്ഞാള്? റിലുവാ? റിലുവിനെ ഞാൻ ഇന്നലെ വായിപ്പിച്ചാണല്ലോ. ഞാൻ വായിച്ചോട്ടെ? ആരാ വായിക്കുന്നേ? റിലുവാ ബിഗിനിയാണോ? ഓക്കെ, റിലു. എന്നാ റിലു വായിക്ക. റിലു. Transport and communication. We can travel from one corner of the country to another in a few hours. We can communicate with people living thousands of kilometers away. All this have been made possible by modern means of transport and communication. Transport. Early humans traveled on. പോയോ? നെറ്റ് പോയോ? റിലു കേൾക്കുന്നില്ലേ? Then invented the wheel and the cars, pulled by animals. However, these were slow modes of transport. Today, there are fast modes of transport which can cover longer distance in very less time. India has a well-developed network of transport. Roadways. Our country has a large network of roads. The roads are either metalled or unmetalled. Or unmetalled. Most roads in cities and towns are metalled. They are made of stone, cement, and tar. Unmetalled roads are generally found in villages. The most important roads in India are the national highways and the state highways. The national highways connect state capitals and other big cities and towns. Okay. Next. Rilu, railways next word. Right, okay. Towns. The state is a state which is the national capital of the country. Okay. Okay, Rilu. Next, ആരാ വായിക്കുന്നേ? ഏഞ്ചൽ റോസ. Okay.
Railways. Railways are the lifeline of our country. They connected all parts of India. At the time of independence, trains were run by steam engines. These were replaced by diesel and electric engines. This increases the speed of nowadays. Trains such as Rajdhani Express and Shatabadi Express travel at a speed of 120 to 130 kilometers per hour. In some cities, there are metro trains. These trains move on elevated or underground track. Mumbai has a well-connected network of local trains. Okay. Next, ആരാ കൈബുക്കുന്നേ? നവമി. ടോഷൻ ഉണ്ട്. ഓക്കെ, നവമി വായിക്കേ. Waterways. Water transport is the cheapest mode of transport and most suitable for transporting highway goods. Heavy goods. Passenger ships carry people. Cargo ships transport goods. Tanker ships carry petroleum and oil. Along India's coastline, there are 13 major and nearly 200 mineral ports. The Dandal Port, Gujarat, and the Paradip Port. And the Paradip Port, Odisha, had a large quantity cargo. Quantity. Okay, next ocean, airways. Airplanes are the fastest mode of transport. Most major cities and towns. Major towns in India are connected by airways. Aeroplanes transport people and goods. Such as especially perishable goods such as fresh fruits, flowers and vegetables. Too far off places some aeroplanes also carry mail. Both government and private airplanes operate in our country. Okay, and your helicopters are used in areas that are difficult to reach. നല്ല പോലെ വായിച്ച് പഠിക്കണേ ടോഷൻ. Food and rescue people during natural disaster. Okay. അപ്പൊ നിങ്ങളെ വായിക്കാൻ അറിയാത്തവരുണ്ട് അല്ലേ? നെക്സ്റ്റ് ഇവിടെ ആരാ? സിദ്ധാന്ത്. Sending apps receiving messages is called communication. Long ago, messages took many days or weeks to reach. Today, India Postal Service is called India Post. It is the largest postal network. ഇത് പിടിച്ച് അടുത്തോട്ട് മൈക്ക്. സിദ്ധാന്ത്. Inland letters
postcard and stamps, stamped envelopes, 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 letters and parcels are envelopes, letters, and parcels are either either sent sent through or ordinary post sent through ordinary post through or a through a faster serve called speed. post. Okay, Shahmavi. Phone. Shahmavi. Shahmaki ഇപ്പൊ കേൾക്കുന്നില്ല. മിസ് ഞാൻ വായിക്കാം. ആരാധ്യ പജിത്ത്. ടെലിഫോൺ. Telephone. We can talk to people in any part of the world over the telephone. Over the telephone. Full stop. Any landline phones. Landline phone, however, are no Longer. longer. They have been replaced by mobile phones. Smartphones are all in one devices with we can do many things. Facts. A writing documents can be sent through a fax machine. It takes only a few seconds to reach the fax machine is a fax machine is connected to a telephone line. Okay, next ആരാണ് ഇനി വായിക്കാത്തെ? Benita. Internet and email. We can sit at home, access any website, and get information on any topic through the internet. Email or internet email sent through the internet has made communication faster and cheaper. Nowadays, many people access internet on their smartphones. They also change messages through apps and social network sites. Radio. A program on radio reaches all corners of India. It is useful even to those people who cannot read and write. All India Radio broadcast news and educational programs in Hindi, English, and in many regional languages. Private FM channels also broadcast programs for the people. Okay, next. Juliet. ഇനി എത്രയേ ഉള്ളൂ കേട്ടോ, 1 minute ഉള്ളൂ, ക്ലാസ് കട്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ കുറച്ചും കൂടി ആക്ടിവിറ്റീസ് പറയാനുണ്ട്. ആയിട്ട് ജൂലിയറ്റെ പറയാം. അപ്പൊ കുറച്ച് ആക്ടിവിറ്റീസ് പറയുന്നുണ്ട്. തിങ്ക് ആൻഡ് ആൻസർ, പിന്നെ ഡു ആൻഡ് ലേൺ, പിന്നെ ഒരു മാപ്പിന്റെ കാര്യം, അതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ആ ഒരു ലെസൺ കഴിയും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് വായിക്കുക. പിന്നെ മറ്റേ ലെസന്റെ എക്സാം ഇട്ടിട്ടില്ല നമ്മളല്ലേ, അതിടും അടുത്ത ദിവസം. അന്ന് ക്ലാസ്സിൽ വെച്ച് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളത് ഇട്ടില്ല. ഏത് എപ്പോഴാണ്? അടുത്ത നമ്മുടെ ക്ലാസ്സിൽ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ക്ലാസ്സിൽ അതിന്റെ ഒരു എക്സാം ഉണ്ടാവും. നിങ്ങൾ അന്നേ പഠിച്ചാണ് അല്ലേ? ഏതാണ് പാഠത്തിന്റെ പേര്? ലെസന്റെ പേര് പറ. അവർ ഇൻഡസ്ട്രീസ് എന്ന ലെസൺ